ഹലോ മക്കളെ, അബൈസാറാണ്. ഒരുപാട് പേര് സാറിന് മെസ്സേജ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് CBSE 10th റിസൾട്ട് വരിക? CBSE 10th ആയിക്കോട്ടെ 12th ആയിക്കോട്ടെ, എന്നായിരിക്കും റിസൾട്ട്? അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. പാൻഡമിക്കിന് ശേഷം, നമ്മുടെ കൊറോണ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷമുള്ള 2023 ആയിക്കോട്ടെ 24 ആയിക്കോട്ടെ, എന്നായിരിക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവുക? ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? അതേ ട്രെൻഡ് തന്നെ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. 2023 കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയ് 12 തീയതിയാണ് റിസൾട്ട് വന്നിരുന്നത് CBSE 10th. 2024 വരുമ്പോൾ ഒറ്റ ദിവസം ഒരു ദിവസം ഒന്ന് മാറിയിട്ട് മെയ് 13 മെയ് 13 നിങ്ങളുടെ റിസൾട്ട് വന്നത്. അപ്പൊ ആ ഒരു 10 പ്രകാരം മെയ് 2nd വീക്കാണ് നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏപ്രിൽ മാസം അടിപൊളിയായിട്ട് നമ്മൾ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തു. മെയ്യിലെ ഫസ്റ്റ് വീക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. അതിനുശേഷം നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചു. റിസൾട്ട് എന്തായാലും വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. മെയ് 2nd വീക്ക് വരെ ഐ തിങ്ക് ഒരു 13 or 14 കൃത്യമായിട്ട് നമുക്കൊരു ഡാറ്റ അല്ലെങ്കിൽ വിവരം കിട്ടിയിട്ടില്ല. 13-14 തീയതി ആയിട്ട് എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണോ നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരം കിട്ടുന്നത്, അത് ആദ്യമായിട്ട് മക്കളിലേക്ക് എത്തിക്കുക അബൈസാറായിരിക്കും. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സോ നമ്മൾ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞ് റിസൾട്ട് വരും. അത് എന്താ പറയുക, അതിന്റെ മുറക്കി വെക്കോളൂ. ഇനി നിങ്ങളുടെ പ്ലാൻ എന്താ? അതൊന്ന് സാറിന് അറിയണമെന്നുണ്ട്. ഇനി നിങ്ങൾക്ക് +1 കൊമേഴ്സ് എടുത്ത് പഠിക്കണോ അതോ സയൻസ് എടുത്ത് പഠിക്കാനാണോ ആഗ്രഹം എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഇനി +1 ആണെങ്കിലും +2 ആണെങ്കിലും നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ കൂടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം. നിങ്ങൾ 10th ക്ലാസ്സിൽ എങ്ങനെയാണോ CBSEക്ക് പഠിച്ചത്, അതേ മൂഡ് അതേ വൈബോട് കൂടി പഠിപ്പിച്ചാൽ ഇവിടെ ഓരോ ഫാക്കൽറ്റീസ് റെഡിയാണ്. ഇനി +1 നിങ്ങൾക്ക് എന്താണ് സയൻസ് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ സ്വന്തം അഗ്നി ബാച്ച് ഉണ്ട്. അഗ്നി ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് റെക്കോർഡർ വീഡിയോസിന്റെ ഫോമിലായിക്കോട്ടെ, അതുപോലെ ഒരുപാട് PDF നോട്ട്സ്, അതുപോലെ വർക്ക്ഷീറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ വിചാരിക്കും സയൻസിന് മാത്രമേ ബാച്ച് ഉള്ളൂ. അല്ല മക്കളെ, കൊമേഴ്സ് സ്ട്രീമിലേക്ക് നമ്മുടെ +1 ജ്വാല ബാച്ച് ഉണ്ട്. കൊമേഴ്സ് ഇഷ്ടപ്പെട്ട് കൊമേഴ്സ് മേഖലയിൽ ജോലിയൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ച് +1 കൊമേഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ള മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജ്വാല ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് ചോദിക്കുക. അടിപൊളിയായിട്ട് 4999 ആണ് ഫീസ് വരുന്നത്. ഉഷാറായി നമ്മൾ 10 എങ്ങനെ പഠിച്ചോ അതേ കോൺഫിഡന്റോടുകൂടി നമ്മൾ +1 +2 ക്രാക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകണോ അതുപോലെ സയൻസ് സ്ട്രീമിലേക്ക് പോകണോ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടി പറയുന്നു, റിസൾട്ട് എന്നാണ് കൃത്യമായിട്ട് വരെ എന്ന് ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്ന വ്യക്തി അബൈസാറായിരിക്കും. ഇത് സാറിന്റെ പ്രോമിസ്.